ചക്കയുടെ അനന്തസാധ്യത എല്ലാവരിലേക്കും എത്തിക്കുന്നതോടൊപ്പം അവയെ ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ ചെറുപുഴ കുടുംബശ്രീ CDS ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഒരു കാലത്ത് അവഗണിക്കപ്പെട്ട് കിടന്ന ചക്ക ഇന്ന് തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. ചക്കയെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടെ ചക്കയ്ക്കും ചക്ക ഉൽപ്പന്നങ്ങൾക്കും ആവശ്യക്കാർ ഏറിയിട്ടുണ്ട്. ചക്കപ്പായസം, ഞുറുക്ക്, വിവിധ ഇനം പലഹാരം, ചക്കക്കുരു ചമ്മന്തി, ചക്കക്കുരു അച്ചാർ, ചക്ക വരട്ടിയത് തുടങ്ങിയവയെല്ലാം ഇന്ന് പ്രചാരത്തിലുണ്ട്. ചക്ക ഫെസ്റ്റിൽ പാറോത്തുനീർ കീർത്തി അഗ്രി പ്രൊഡക്ഷൻ ഗ്രൂപ്പ് വീടുകളിൽ നിന്ന് തയ്യാറാക്കിയ ചക്ക ഹൽവ, ചക്കപ്പൊരി, ചക്ക ഉണ്ണിയപ്പം, ചക്കവട തുടങ്ങിയ നിരവധി വിഭവങ്ങളുണ്ടായിരുന്നു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ KV സുനിത അധ്യക്ഷയായി. സ്ഥിരസമിതി അധ്യക്ഷ ഷാൻഡി കലാധരൻ, TK ഷീജ, PR ശോഭന, P ഷീജ, MV സതി എന്നിവർ സംസാരിച്ചു. പ്രിയമുള്ളവരെ, കുടുംബശ്രീയുടെ 26ാം വാർഷികം മെയ് മാസം 17-ാം തീയതിയാണ് നടക്കേണ്ടിയിരുന്നത്. നമ്മളത് മെയ് മാസം 18-ാം തീയതി നടത്താൻ തീരുമാനിക്കുകയും അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് തീരുമാനിച്ചിരുന്ന ആഘോഷമായ ഘോഷയാത്രയും മറ്റ് കലാപരിപാടികളും എല്ലാം മാറ്റിവയ്ക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ചെറുപുഴയിൽ തന്നെയുള്ളൊരു കുട്ടി ഗുരുതരമായ രീതിയിൽ പൊള്ളലേറ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ചെലവഴിക്കാൻ ഉദ്ദേശിച്ച തുക ആ കുട്ടിക്ക് വേണ്ടി മാറ്റിവെച്ചു. പക്ഷേ അതിനോടൊപ്പം നമ്മൾ നടത്താൻ തീരുമാനിച്ചിരുന്ന ചക്ക ഫെസ്റ്റ്, അത് പാറോത്തുനീരിലുള്ള ഒരു പ്രൊഡ്യൂസർ ഗ്രൂപ്പ്, വനിതകളുടെ 10 പേരടങ്ങുന്ന ഒരു വനിതാ ഗ്രൂപ്പിൻ്റെ സംരംഭമായിരുന്നു. അവർ വിവിധങ്ങളായ ചക്ക ഉൽപ്പന്നങ്ങൾ ഒരുക്കി വെച്ചു ചക്ക ഫെസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം 18-ാം തീയതി ഇന്നിവിടെ അത് നടത്തുകയാണ്. ഒത്തിരി അധികം ഉൽപ്പന്നങ്ങൾ അവർ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവരെക്കുറിച്ച് നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അവർ വിപുലമായ രീതിയിൽ ഏതാണ്ട് 2.5 ഏക്കറോളം സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യുകയും അതിൽ നിന്ന് മികച്ച വിളവുകൾ നേടുകയും ചെയ്തവരാണ്. പച്ചക്കറിയും കപ്പ, ചേന, ചേമ്പ് പോലെയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാക്കുകയും ചെയ്തവരാണ്. അവർ ഇപ്പോഴത്തെ ഈ സീസണിൽ ലഭ്യമായ ചക്ക ഉപയോഗിച്ച് വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഉദ്യമത്തിന് ഒത്തിരിയേറെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് അവർ. ഇനിയും മറ്റ് ഉൽപ്പന്നങ്ങളും അവർക്ക് വിപണിയിൽ എത്തിക്കാൻ സാധിക്കട്ടെ. അവരുടെ സംരംഭം കൂടുതൽ മികച്ച രീതിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും വന്ന് ഇത് വാങ്ങി അതിൻ്റെ ഗുണം മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും, മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.